43 വർഷങ്ങൾക്ക് മുമ്പ് വൈദിക സംഘത്തിൻ്റെ ആദ്യത്തെ പൊതു മീറ്റിംഗ് നടന്ന സ്ഥലമാണ് പരുമല. അന്ന് ഓടി നടന്ന് പൂർണ്ണ സമയം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ, എൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് തിരുമേനിയെ, ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനിപ്പോഴും സ്മരിക്കുന്നു. ഈ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നതിൽ തിരുമേനിയുടെ പങ്ക് വളരെ വലുതാണ്. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പങ്ക്, ആ തിരുമേനിയുടെ ധീരമായ നേതൃത്വം, വിഷൻ, ദർശനം ഞാൻ ഓർക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്താവിഷയം 2 തിമോത്തിയോസ് 1 അധ്യായം 13-14 വാക്യങ്ങളാണ്. ഞാൻ വളരെ ചുരുക്കമായിട്ട് എൻ്റെ ആശയങ്ങൾ പറഞ്ഞുകൊള്ളാം. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. 2 തിമോത്തിയോസ് 1 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ ഒരു കൺക്ലൂഷനാണ് ഈ വാക്കുകൾ. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ചിന്താവിഷയം പുരോഹിതൻ മാറുന്ന ലോകത്തിൽ അപ്പോസ്തോലിക ജ്വാലയുടെ കാവൽക്കാരൻ എന്നുള്ളത്. എന്താണ് ഈ അപ്പോസ്തോലിക ജ്വാല? ഞാൻ 10 ആശയങ്ങൾ കമ്പി വാക്യത്തിൽ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ഒന്നാമത്, ടോട്ടൽ ഡിവോഷൻ ടു ദ ഗോസ്പൽ. സുവിശേഷത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണം. 2 തിമോത്തിയോസ് 1:8 നാം കാണുന്നു. സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ഉള്ളിൽ സുവിശേഷത്തിൻ്റെ ഒരു അഗ്നി കത്തണം. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാനാണ് നാം വൈദികർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷ ജ്വാലയിൽ ശോഭിക്കുന്നവരും ശോഭിപ്പിക്കുന്നവരുമാകണം വൈദികർ. അപ്പോസ്തലന്മാർ നയിച്ചത് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമാണ്. സോ അപ്പോസ്റ്റോലിക് ഫ്ലെയിം മീൻസ് എ ക്രൈസ്റ്റ് സെൻറ്റേഡ് ലൈഫ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പ്രധാനമായും 3 വാക്കുകൾ ബൈബിൾ നാം കാണുന്നുണ്ട്. 1, ഡൂലോസ്, ദാസൻ. ദാസരൂപമെടുക്കലാണ് അപ്പോസ്തോലിക ജ്വാല. 2, ഡിഡാസ്കലോസ്, ടീച്ചർ, ഗുരു, പ്രബോധകൻ. നല്ല ഗുരുവും പ്രബോധകനുമാണ് വൈദികൻ. 3, പൊയ്മെനോസ്, ഷെപ്പേഡ്. നല്ല ഇടയനായി തീരലാണ് അപ്പോസ്തോലിക ജ്വാല. നല്ല ഇടയൻ്റെ പ്രത്യേകതകളൊക്കെ ബൈബിളിൽ നാം പഠിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പിതാക്കന്മാർ പറയും, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് സർവ സൃഷ്ടിയെയും ആനയിക്കുക എന്നുള്ളതാണ് സുവിശേഷ വേല. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. സർവ സൃഷ്ടിയെയും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ആനയിക്കലാണ് നമ്മുടെ ദൗത്യം. പരിശുദ്ധ ബാബ തിരുമേനിയുടെ പ്രസംഗത്തിൽ പ്രത്യേകം സൂചിപ്പിച്ച് ഓർക്കുന്നു. ലിറ്റർജിക്കൽ ലീഡർഷിപ്പാണ്, സാക്രമെൻ്റൽ ലീഡർഷിപ്പാണ്, ഇല്ലൂമിനേറ്റിംഗ് പ്രസൻസാണ്, അതുപോലെ ഫോട്ടിസ്മ പ്രശോഭിപ്പിക്കലാണ്, ശുദ്ധീകരിക്കലാണ്, സാക്രിഫിഷ്യൽ ലവ് പ്രകടിപ്പിക്കലാണ്. നമ്മൾ കേട്ടു അത്. ഒന്നാമത്, ടോട്ടൽ ഡിവോഷൻ ടു ദ ഗോസ്പൽ. ക്രിസ്തുവിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ ജീവിതവും നമുക്ക് കുറേ കൂടെ ഉള്ളിലാക്കാം.
കുറെ കൂടെ പ്രാവർത്തികമാക്കാം. തിയോളജി ഈസ് നോട്ട് ടീച്ചിങ് ഔട്ട് സംതിങ്, തിയോളജി ഈസ് റീച്ചിങ് ഔട്ട്. ആയിത്തീരലാണ്, അനുഭവമാണ്. സുവിശേഷത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണം നമ്മെല്ലാവർക്കും ഉണ്ടാകണം. രണ്ടാമത്, ടോട്ടൽ ഡിവോഷൻ ടു ദ ചർച്ച് ആൻഡ് ഇറ്റ്സ് അപ്പോസ്റ്റോലിക് സക്സഷൻ. അത് ഈ ഭാഗത്ത് കാണുന്നതാണ്. 2 തിമോത്തിയോസ് 1:6 എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം. ഇപ്പൊ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും അതുമൂലം ചരിത്രത്തിലുണ്ടായ സഭയുടെ രൂപീകരണം, തുടർച്ച, വളർച്ച, ഇവ തമ്മിൽ വേർതിരിക്കാൻ ഒക്കെയില്ല. അതാണ് നമ്മുടെ മെത്തഡോളജി, ക്രിസ്ത്യൻ മെത്തഡോളജി. അതാണ് ദ ഫാക്ട് ഓഫ് ഇൻകാർണേഷൻ cannot be separated from the after effect of the incarnation, the formation of the church. ക്രിസ്തുവിനെയും സഭയെയും തമ്മിൽ വേർതിരിക്കാൻ ഒക്കെയില്ല. സഭയുടെ ജീവിതം, സഭയുടെ വളർച്ച, സുവിശേഷം ആ സഭയുടെ ജീവിതം കൂടിയാണ്. സഭയുടെ കൈവെപ്പിലൂടെ നമുക്ക് ലഭിച്ച കൃപാവരങ്ങൾ നാം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം, മങ്ങിപ്പോകരുത്. ഈ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. റോമാലേഖനം 12:6-8 വരെയുള്ള വാക്യങ്ങൾ. ശുശ്രൂഷ നൽവരം ഡയക്കോണിയാണ്. ആചാരാനുഷ്ഠാനങ്ങളും കൂദാശകളുമാണ് ഡയക്കോണിയ. ശുശ്രൂഷ നൽവരം, ഉപദേശത്തിൻ്റെ നൽവരം, പ്രബോധന നൽവരം, ദാനശീലം, ഭരണ നൽവരം, കാരുണ്യ പ്രവൃത്തികളുടെ വരം. ഈ നൽവരങ്ങൾ എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഫോർ ദി എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്, ഒയ്ക്കഡോമി, സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ഈ വരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. എഫേസ്യർ 4:11-13 വരെയാണ്. 2, ഗിവൺ ഫോർ ദ കോമൺ ഗുഡ്, പൊതുവിൻ്റെ നന്മയ്ക്ക് വേണ്ടി. 1 കൊരിന്ത്യർ 12:7, ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിന് നൽകപ്പെടുന്നു. അപ്പം നമ്മുടെ ശുശ്രൂഷകൾ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയും പൊതുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കപ്പെടണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 3, ടോട്ടൽ ഡിവോഷൻ ടു ദി അപ്പോസ്റ്റോലിക് ട്രഡീഷൻസ്, അപ്പോസ്തോലിക പാരമ്പര്യങ്ങളുള്ള ഗാഠമായ കൂറ്. 2 തിമോത്തിയോസ് 1:13 എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. എന്നോട് കേട്ട പഥ്യവചനം, എഴുത്തന്ന കാര്യങ്ങൾ മാത്രമല്ല, കേട്ട കാര്യങ്ങൾ, കൈമാറിത്തന്ന കാര്യങ്ങൾ. എന്താണ് അപ്പോസ്തലന്മാർ കൈമാറിത്തന്നത്? ദ മൈൻഡ് ഓഫ് ദ ചർച്ച്, സഭയുടെ മനസ്സാണ്. ഓർത്തഡോക്സ് വേദശാസ്ത്രജ്ഞന്മാർ തിയോളജിക്ക് നൽകുന്ന നിർവചനം അതാണ്. തിയോളജി ഈസ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച്. കുറെ ഡോക്ട്രിൻസ് അല്ല, ഇറ്റ് ഇസ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച്. സഭയുടെ മനസ്സാണ്. അതിന് കണ്ട കാര്യങ്ങളുണ്ട്, കേട്ട കാര്യങ്ങളുണ്ട്, അറിഞ്ഞ കാര്യങ്ങളുണ്ട്, അനുഭവിച്ച കാര്യങ്ങളുണ്ട്, മാതൃകയുണ്ട്, എല്ലാം ഉണ്ട്. തിയോളജി ഈസ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച്. എന്നോട് കേട്ട പഥ്യവചനം 2 തിമോത്തിയോസ് 1:13 എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയായിക്കൊള്ളുക. പഥ്യവചനം എന്നാൽ സൗണ്ട് വേർഡ്സ് ആണ്. സൗണ്ട് വേർഡ്സ് എന്ന് വെച്ചാൽ ദ ട്രൂ ഫെയ്ത്ത് ടോട്ട് ബൈ ദി അപ്പോസ്റ്റൽസ്. സത്യവചനമാണ്, സത്യവിശ്വാസമാണ്. വേദവിപരീതങ്ങൾക്കെതിരെ വിശ്വാസത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ജ്വാലയാണ് അപ്പോസ്റ്റോലിക് ഫ്ലെയിം. അപ്പോളജറ്റിക്സ് ആണ് അപ്പോസ്റ്റോലിക് ഫ്ലെയിം. വിശ്വാസ സംരക്ഷണമാണ് അപ്പോസ്റ്റോലിക് ഫ്ലെയിം. ഓരോ വൈദികന്റെയും പ്രധാന കൺസേൺ വിശ്വാസപരമായ ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ തയ്യാറായിരിക്കണം. ഒരാശാരിയുടെ കയ്യിൽ കൊട്ടുപൊടിയും കാണും, ഉളിയും ഒക്കെ കാണും. എപ്പോഴും ഒരച്ഛൻ്റെ കയ്യിൽ വിശ്വാസപരമായ ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരം കൈ കാണണം. അതിന് ഹാർഡ് വർക്ക് ആവശ്യമാണ്. അത് പഠിക്കണം, വായിക്കണം, ഹൃദിസ്ഥമാക്കണം. ഏത് ചോദ്യം ആര് ചോദിച്ചാലും, വിശ്വാസമായ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ വൈദികർ എപ്പോഴും സന്നദ്ധരാകണം. രാത്രിയിലും പകലും സന്നദ്ധരാകണം. അപ്പോളജറ്റിക്സ് അത് സെമിനാരിയിലും നമ്മുടെ പാരിഷിലും നമ്മുടെ കുടുംബങ്ങളിലും
വിശ്വാസ പ്രതിരോധം പ്രധാനമായി തീരണം. വിശ്വാസപരമായ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയണം, അതിന് സജ്ജരാകും. നാലാമത്തെ കാര്യം, എ ലൈഫ് ഓഫ് പ്രെയർ ആൻഡ് ഇന്റർസെഷൻ. പ്രാർത്ഥനയും മധ്യസ്ഥതയും ശോഭിപ്പിക്കുന്ന ജീവിതം. 2 തിമോത്തിയോസ് 1:3. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ചു. ഐ റിമെമ്പർ യു കോൺസ്റ്റന്റ്ലി ഇൻ മൈ പ്രേയേഴ്സ്. നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ഇടവകാംഗങ്ങളെ എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ വഹിക്കുന്നു. പുരോഹിതൻ സൃഷ്ടി മുഴുവനും വേണ്ടി വിമോചനവും ക്ഷമയും യാചിക്കുന്നു. ഞങ്ങളുടെ വികാരിയച്ഛൻ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ മതി, ആ ഡോക്ടറേറ്റ് മതി. എൻ്റെ ജനങ്ങൾ പറയണം, ഞങ്ങളുടെ വികാരിയച്ഛൻ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, അത്രയും മതി. അതാണ് പ്രധാനം, ഏറ്റവും പ്രധാനം. ഇടവകങ്ങളുടെ വിഷയങ്ങൾ ദൈവം മുമ്പാകെ സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കണം. മാത്രമല്ല, ജനങ്ങളുടെ വിഷയങ്ങളെ എപ്പോഴും സമർപ്പിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഒരു പുരോഹിതൻ തൻ്റെ ജനങ്ങളുടെ വിഷയങ്ങളെ എപ്പോഴും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. 5-ാമത്തെ കാര്യം, ദ ബ്ലെസ്സഡ് ടീയേഴ്സ്. അനുഗ്രഹത്തിൻ്റെ കണ്ണുനീരൊഴുക്കാനുള്ള ആത്മീയ പ്രേരണ. 2 തിമോത്തിയോസ് 1:3. നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകാൻ വാഞ്ചിച്ചും കൊണ്ട് ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്നുണ്ടോ? കണ്ണീരൊഴുകുന്നുണ്ടോ? നമ്മുടെ കിടക്ക നനയുന്നുണ്ടോ? കണ്ണുനീരിന് ഈ ലോകത്തിൽ അത്ഭുത രൂപാന്തരം വരുത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, തിയോളജി ഈസ് ബ്ലെസ്സഡ് ടീയേഴ്സ് എന്നൊരു നിർവചനമുണ്ട്. അനുഗ്രഹത്തിന്റെ കണ്ണുനീരാണ് ദൈവശാസ്ത്രം. മുമ്പേ പറഞ്ഞു, സഭയുടെ മനസ്സാണ് ദൈവശാസ്ത്രം. തിയോളജി ഈസ് നോട്ട് അക്കാഡമിക് എക്സലൻസ്, ഇറ്റ് ഇസ് കൾട്ടിക് എക്സലൻസ്. അനുഷ്ഠാനങ്ങളുടെ പൂർണ്ണയാണ്. ഓർത്തഡോക്സ് സഭയിലെ കുമ്പസാര പിതാക്കന്മാരുടെ മഹത്തായ ഉദാഹരണങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കുമ്പസാരിക്കുന്ന പിതാക്കന്മാരുടെ അടുക്കലേക്ക് വിശ്വാസികൾ ഓരോരുത്തരായി കടന്നു വരണം. ഒരു പള്ളിക്ക് പുറത്തായിരിക്കും, ഓരോരുത്തർ കടന്നു വരണം. എന്നിട്ട് ആദ്യം എന്തോ ചെയ്യും? കുമ്പസാര പിതാവും ഈ കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയും കൂടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും, ഏങ്ങലടിച്ച് കരയും. ഞാൻ കണ്ടുണ്ട്. 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നുമല്ല, 15 മിനിറ്റ് 20 മിനിറ്റ് ഈ കുമ്പസാര പിതാവ് ഈ കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയോട് ചേർന്ന് ഏങ്ങലടിച്ച് കരയും. കണ്ണുനീർ ധാരധാര ഒഴുകും. കുമ്പസാരത്തിൻ്റെ തുയോബമാണ്. റാപ്പോർട്ട് സ്ഥാപിക്കുക, ഒരു സ്പിരിച്വൽ റാപ്പോർട്ടാണ്. ഞാനും ജനങ്ങളും തമ്മിൽ ഒരു സ്പിരിച്വൽ റാപ്പോർട്ട് സ്ഥാപിക്കുകയാണ്. നല്ല കുമ്പസാരക്കന്മാർ. ദസ്തേവ്സ്കിയുടെ ഫാദർ സൊസീമ എന്ന കഥാപാത്രമില്ലേ, ഓർത്തഡോക്സ് സമൂഹത്തെ ആകെ കോരിത്തെരിപ്പിച്ച ഒരു കഥാപാത്രമാണ്. വിശ്വാസപരമായ പ്രതിസന്ധികൾക്കിടയിൽ ഓർത്തഡോക്സിയെ പിടിച്ചു നിർത്തിയത് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ലോകത്ത് പരിചയപ്പെട്ടതുകൊണ്ടാണ്. ശ്രേഷ്ഠനായ കുമ്പസാര പിതാവാണ്. ഓർത്തഡോക്സിയുടെ കാവൽക്കാരാണ് നല്ല കുമ്പസാര പിതാക്കന്മാർ. അത് അനുഭവിച്ചറിയണം. കണ്ണീരൊഴുകണം, ഒഴുക്കണം. അതാണ് ദൈവശാസ്ത്രം. കുറെ വാക്യങ്ങൾ പഠിപ്പിക്കുന്നു അല്ല ദൈവശാസ്ത്രം. എൻ്റെ വിശ്വാസിയോട് ചേർന്ന് കണ്ണീരൊഴുക്കുന്നതാണ് ദൈവശാസ്ത്രം. 6, ദ ലൈഫ് ഓഫ് മോഡൽസ് ഓഫ് അവർ ഫോർ ഫാദേഴ്സ്. വിശ്വാസ ജീവിതം നയിച്ച പൂർവികന്മാരുടെ മാതൃകയെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നു. 2 തിമോത്തിയോസ് 1:4. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. വിശ്വാസ ചങ്ങല കാത്തു സൂക്ഷിക്കുന്നതിൽ സന്തോഷം. മാതൃകയാണ് പ്രധാനം. ടു നോ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്, ടു ബി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സാറിന് പറയാറുണ്ട്, 7 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ മുതിർന്നവരുടെ മുമ്പിൽ ഒരു വെള്ളക്കടലാസിൽ എഴുതുകയാണ്. മുതിർന്നവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ ഒരു വെള്ളക്കടലാസിൽ എഴുതി വെക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയാറുണ്ട് മനസ്സിൽ. ഇന്ന് പറഞ്ഞതുപോലെ വൈദികന്റെ ഓരോ ചലനവും വിശ്വാസികളുടെ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്.
നമ്മുടെ വാക്കും നോട്ടവും ഭാവവും രൂപവുമെല്ലാം. അവർ പ്രസൻസ് ഇറ്റ് സെൽഫ് ഈസ് അവർ മിഷൻ. നമ്മുടെ സാന്നിധ്യം തന്നെ സുവിശേഷമാണ്. വലിയ ആനക്കാര്യവും ചെയ്തില്ലെങ്കിലും സഭയ്ക്ക് പേരുദോഷം ഉണ്ടാക്കല്ലേ ബഹുമാന്യ അച്ഛന്മാരെ. 45 വർഷത്തെ വൈദികൻ എന്നുള്ള 50 വർഷമാകുന്നു വൈദികൻ്റെ അനുഭവത്തോടെ ഞാൻ പറയുകയാണ്. സഭയ്ക്ക് പേരുദോഷം ഉണ്ടാക്കരുതേ. വിശ്വാസികളുടെ മനസ്സിൽ വെള്ളക്കടലാസ് എഴുതപ്പെടുകയാണ്. നമ്മുടെ ഓരോ ഭാവവും നോട്ടവും രൂപവും ചലനവും ചൈതന്യവും വാക്കും ശുശ്രൂഷയും എല്ലാം. ഗ്രീക്ക് സഭാപിതാക്കന്മാർ 2 വാക്കുകൾ പറയും. എയ്നായി, ടു നോ. എയ്ഡൈനായി, ടു ബി. ടു നോ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്, ടു ബി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഈ ഭാഗത്ത് പ്രിസർവ് ദ ചെയിൻ ഓഫ് ഫെയ്ത്ത്. തിമത്തി, മദർ യുനീക്ക, ഗ്രാൻഡ് മദർ ലോയിസ്, ആ വിശ്വാസ ചങ്ങലയുടെ മഹത്വം ഈ ഭാഗത്ത് പറയുന്നു. അപ്പോസ്റ്റോലിക് ഫ്ലെയിം മീൻസ് ദ ചെയിൻ ഓഫ് ദ ഫെയ്ത്ത്. ആ വിശ്വാസ ചങ്ങലയാണ് അപ്പോസ്തോലിക ജ്വാല. 7ാമത് ദ ഫ്ലെയിം ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ജ്വാല. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 2-ാം വാക്യം. പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നു. സ്പിരിച്വൽ ഫാദറാണ്. ടു തിമത്തി, മൈ ബിലവഡ് ചൈൽഡ്, ദ ഫ്ലെയിം ഓഫ് പേഴ്സണൽ ഇൻറ്റിമസി ആൻഡ് അൺസെൽഫിഷ് ലവ്. വ്യക്തിബന്ധങ്ങളാണ് ദൈവശാസ്ത്രം. ആദിമസഭയെ പിടിച്ചു നിർത്തിയത്, വളർത്തിയത് ഡോക്ട്രിൻസ് അല്ല, ഫിലോസഫി അല്ല, ശ്രേഷ്ഠമായ വ്യക്തിബന്ധങ്ങളാണ്. സഭയിൽ എന്ന് വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുന്നോ അന്ന് ശൂന്യമായി തീരും. മ്യൂച്വൽ ബിലോങ്ങിങ്നെസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മ്യൂച്വൽ ബിലോങ്ങിങ്നെസ്. ഡോക്ട്രിൻ ഡിവൈഡ്സ്, ലവ് യുണൈറ്റ്സ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊണ്ടേ കീഴടക്കാനൊക്കെ ഉള്ളൂ. നമ്മുടെ ജനങ്ങളെ സ്നേഹം കൊണ്ടേ കീഴ്പ്പെടുത്താനൊക്കെ ഉള്ളൂ. സ്നേഹത്തിനും കരുതലിനും അനന്ത സാധ്യതകളുണ്ട്. ബൗദ്ധികമായ മികവ് കൊണ്ട് സ്നേഹം വർദ്ധിക്കണമെന്നില്ല. സ്നേഹം കൊണ്ടേ കീഴ്പ്പെടുത്താനൊക്കെ ഉള്ളൂ. നമ്മുടെ ഇടവഭരണത്തിൽ സ്നേഹത്തിനും കരുതലിനും അനന്ത സാധ്യതകളുണ്ട്. 8, എ ലൈഫ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലുള്ള ജീവിതം. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 14-ാം വാക്യം. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോസ്തോലിക ജ്വാല നമ്മിൽ കാത്തു സൂക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിലും സഭയിലും ഈ ലോകത്തിലും ദീർഘമായ മറ്റൊരു വിഷയമാണ്. ഞാനിപ്പോൾ അത് വിടുകയാണ്, സമയ ചുരുക്കം കൊണ്ട് പറയുന്നില്ല. പരിശുദ്ധാത്മാവാണ് നമ്മളിലുള്ള ജ്വാല, അപ്പോസ്തോലിക ജ്വാല ജ്വലിപ്പിക്കുന്നത്. ഇനി 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. 2 കാര്യം. 9-ാമത്തെ കാര്യം, ദ ഫ്ലെയിം ഓഫ് കോൺട്രിഷൻ. കോൺട്രിഷൻ മീൻസ് സെൽഫ് അനാലിസിസ് വിത്ത് കോൺട്രൈറ്റ് ഹാർട്ട്. പശ്ചാത്താപം, സ്വയപരിശോധനയും പശ്ചാത്താപം. ദ ഫ്ലെയിം ഓഫ് കോൺട്രിഷൻ. ഐ റിമെമ്പർ യുവർ ടീയേഴ്സ്. മുമ്പേ നമ്മൾ കണ്ടു 1:4. സെൽഫ് അനാലിസിസ്. ഒരു വൈദികൻ എന്നും സ്വയപരിശോധന നടത്തണം വിത്ത് എ കോൺട്രൈറ്റ് ഹാർട്ട്. നമ്മുടെ ഈഗോ ഒക്കെ അങ്ങ് മാറ്റി വെച്ചേക്കണം. എക്ലീസിയാസ്റ്റിക്കൽ ഈഗോ പാടില്ല ഒരു തരത്തിലും. കോൺട്രിഷൻ, പശ്ചാത്താപം, അനുതാപം, സെൽഫ് അനാലിസിസ്. 10-ാമത് ദ ഫ്ലെയിം ഓഫ് എക്സലൻസ്, മികവിൻ്റെ ജ്വാല. ഈ 9-ാമതും 10-ാമതും പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊരു 5 മിനിറ്റ് ആവശ്യമുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 9-ാമതും 10-ാമതും പറഞ്ഞ കാര്യങ്ങൾ. ദ ഫ്ലെയിം ഓഫ് കോൺട്രിഷൻ, ദ ഫ്ലെയിം ഓഫ് എക്സലൻസ്, മികവിൻ്റെ ജ്വാല. എന്താണ് അവിടെ നാം കാണുന്നുണ്ടല്ലോ മികവിൻ്റെ ജ്വാലയെക്കുറിച്ച്. 1:6, ഐ റിമെമ്പർ യു ടു റീകിൻഡിൽ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതാണ്
ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, മുമ്പേ അവിടെ എഴുതി വെച്ചിരുന്നു, ടു റീകിൻഡിൽ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഈ 9-ാമത്തെയും 10-ാമത്തെയും കാര്യം കോൺട്രിഷൻ, പശ്ചാത്താപം, സ്വയപരിശോധന. വൈദികർക്ക് വരാമാകുന്ന ചില പാളിച്ചകൾ, നിങ്ങൾക്കും എനിക്കും വരാമാകുന്ന ചില പാളിച്ചകൾ: ശുശ്രൂഷകളിൽ ഉത്സാഹക്കുറവ്, അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ലായ്മ, സഹാനുഭൂതിയില്ലാത്ത കഠിന മനസ്സ്, സമയനിഷ്ഠ പാലിക്കാത്ത പ്രകൃതം, പെരുമാറ്റ മര്യാദകൾ പാലിക്കാത്ത അവസ്ഥ, ഈ പാസ്റ്ററൽ എറ്റിക്വേറ്റ് പാലിക്കുന്നില്ല, വചനഘോഷണത്തിൽ അലസത, അധാർമികത, പെർവേർട്ടഡ് ലൈഫ്, വൈകൃതങ്ങൾ, രഹസ്യ ജീവിതത്തിലെ വൈകൃതങ്ങൾ, പൊങ്ങച്ച ഭാവവും ആഡംബര തൃഷ്ണയും, ഇടയത്വ ശുശ്രൂഷയിലെ ഗൗരവമില്ലായ്മ, പണകാര്യങ്ങളിലെ അവിശ്വസ്തത, സംഭാഷണങ്ങൾ നിയന്ത്രണമില്ലായ്മ, ലൂസ് ടോക്ക്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ സം ഓഫ് അവർ ബിഷപ്സ്. ഫ്രം ദ ഹാർട്ട് ഐ ആം ടെല്ലിങ്. വൈദികരും മെത്രാച്ചന്മാരും ഉൾപ്പെടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്ലീസ്, നോ ലൂസ് ടോക്ക് പ്ലീസ്. സംഭാഷണത്തിൽ നിയന്ത്രണമില്ലായ്മ, കൂദാശകൾ കാണിക്കുന്ന അലംഭാവം, ആത്മീയ സംഘടനകൾക്ക് സമയം നൽകാത്ത രീതി. അതിന് സമയമില്ല, ബാക്കി അതിന് സമയമുണ്ട്. ഇടവകയിലെ ആത്മീയ കാര്യങ്ങൾക്ക് സമയമില്ല. വായനയുടെയും പഠനത്തിൻ്റെയും കുറവ്, സ്വന്തം കുടുംബത്തിൽ പ്രാർത്ഥനയില്ലായ്മ, അനാവശ്യ ധൃതി. ഞാൻ ധൃതിയിലാണെന്ന് കാണിക്കും. 2 തരം ധൃതിയുണ്ട്. അത്യാവശ്യമുള്ള ധൃതിയുണ്ട്, അനാവശ്യ ധൃതിയുണ്ട്. പൊതുയോഗം കമ്മിറ്റി ഇവകൾ വേണ്ട ഗ്രഹപാഠം ചെയ്യുന്നില്ല. വി നീഡ് ഹോംവർക്ക്. പ്രാർത്ഥനാപൂർവമായ ഹോംവർക്ക് ആവശ്യമാണ് പൊതുയോഗങ്ങളിലും കമ്മിറ്റികളിലും. സഭയ്ക്ക് പേരുദോഷം വരുത്തുന്ന പെരുമാറ്റങ്ങൾ, പണക്കാരോട് അമിത താല്പര്യം, പാവപ്പെട്ടവരെ അവഗണിക്കുക, മറ്റുള്ളവരെ വിമർശിക്കാൻ മിടുക്കാൻ, സ്വയം വിമർശിക്കുന്നില്ല, വിശ്വാസ പ്രബോധനങ്ങൾ താല്പര്യക്കുറവ്, നോമ്പ്, ഉപവാസം, ധ്യാന ഇവയിൽ താല്പര്യക്കുറവ്, പേഴ്സണൽ ഹൈജീൻ, വൃത്തി, ഇതിൽ താല്പര്യക്കുറവ്, പ്രശസ്തിക്കു വേണ്ടിയുള്ള അമിത താല്പര്യം. അറിഞ്ഞും അറിയാതെ നമ്മളൊക്കെ ഉണ്ട് കേട്ടോ. പ്രശസ്തിക്ക് വേണ്ടിയുള്ള അമിത താല്പര്യം. ദൈവം തന്നെങ്കിലേ നിറയത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. കഷ്ടപ്പെടുന്നതിൽ, ത്യാഗം സഹിക്കുന്നതിൽ വൈമുഖ്യം, നഷ്ടപ്പെടുന്നവരെ തേടുന്നില്ല, സുവിശേഷ താല്പര്യമില്ല. ദ ഫ്ലെയിം ഓഫ് കോൺട്രിഷൻ, പശ്ചാത്താപം, സ്വയ അവബോധം, സ്വയപരിശോധന, നീറണം ഹൃദയം, നൊമ്പരപ്പെടണം ഹൃദയം. ലാസ്റ്റ് 3 more minutes പ്ലീസ്. ദ ഫ്ലെയിം ഓഫ് എക്സലൻസ്, മികവിൻ്റെ ജ്വാല. ഐ റിമൈൻഡ് യു ടു റീകിൻഡിൽ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നമ്മളുടെ ദൈവത്തിൻ്റെ ദാനങ്ങൾ അവ ജ്വലിപ്പിക്കണം. ട്രാങ്ക്വിലിറ്റി ആൻഡ് ഇന്നർ വാച്ച്ഫുൾനെസ്, ശാന്തതയും ആന്തരിക ജാഗ്രതയും. പാസ്റ്ററൽ എറ്റിക്വേറ്റ് സൂചിപ്പിച്ചാണ്. റിച്വലിസ്റ്റിക് പെർഫെക്ഷൻ. തിയോളജിയെക്കുറിച്ച് മറ്റൊരു നിർവചനം ഇങ്ങനെയാണ്: തിയോളജി ഈസ് റിച്വലിസ്റ്റിക് പെർഫെക്ഷൻ. അനുഷ്ഠാനങ്ങളുടെ കാർക്കശ്യം. ഓരോ ശുശ്രൂഷയും അവസാനത്തെ ശുശ്രൂഷയായിട്ട് ചൊല്ലണം. അപ്പോളജറ്റിക് സീൽ, വിശ്വാസ സംരക്ഷണ വ്യഗ്രത. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. അച്ഛന്മാർക്ക് സ്വന്തം ലൈബ്രറി ഉണ്ടോ? വികസിപ്പിച്ചുകൊണ്ടിരിക്കണം. നല്ല ലൈബ്രറി, നല്ല പുസ്തകങ്ങൾ. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് നല്ല പുസ്തകങ്ങൾ വാങ്ങി വെച്ചാൽ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവർ. നല്ലൊരു ലൈബ്രറി വികസിപ്പിക്കണം. അപ്പോളജറ്റിക് സീൽ, അസെറ്റിക് അട്രാക്ഷൻ, മഹർഷിഭാവം. ഈസ് എ മാൻ ഓഫ് ഗോഡ്. അറിവിൻ്റെ നിറവിലെ എളിമയുടെ ഭാവം, ലേണഡ് ഇഗ്നോറൻസ്. ഹൃദയസ്പർശിയായ പ്രബോധനങ്ങൾ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് ആർട്ടിഫിഷ്യലാകരുത് കേട്ടോ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോഴൊക്കെ ആർട്ടിഫിഷ്യലാകും. നമ്മുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും ആർട്ടിഫിഷ്യലാകും, കൃത്രിമമാകും. കൗദാശിക സാന്നിധ്യം. എന്താണ് ഈ കൗദാശിക സാന്നിധ്യം? സാക്രമെന്റൽ പ്രസൻസ്,
പരിസരങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യമാണ് കൗദാശിക സാന്നിധ്യം. ക്രിസ്തുവിൻ്റെ സാന്ത്വന സ്പർശം, തെറാപ്യൂട്ടിക് പ്രസൻസ്, എ ഹീലിംഗ് ടച്ച്. നാം ഇടപെടുന്ന ജനങ്ങൾക്ക് ഒരു ഹീലിംഗ് ടച്ച് നൽകണം. എ തെറാപ്യൂട്ടിക് പ്രസൻസ്. മധ്യസ്ഥത, ഉപവാസം, പ്രാർത്ഥന, ശിക്ഷണവും അനുസരണവും, ഡിസിപ്ലിൻഡ് ആൻഡ് ഒബീഡിയൻ ലൈഫ്. അതിനെക്കുറിച്ച് ബാബാ തിരുമേനി ഒടുക്കത്തിൽ പറഞ്ഞല്ലോ അല്ലേ, സഭയുടെ ഡിസിപ്ലിൻഡ് ആൻഡ് ഒബീഡിയൻ ലൈഫ്. വൈകാരിക പക്വത, ഇമോഷണൽ മെച്യൂരിറ്റി. ന്യായമായ കാരണങ്ങളാലോ അന്യായമായ കാരണങ്ങളാലോ പ്രകോപിതരാകരുത്. എന്നൂടെ പറയട്ടെ, ന്യായമായ കാരണങ്ങളാലോ അന്യായമായ കാരണങ്ങളാലോ ഒരു പുരോഹിതൻ പ്രകോപിതരാകരുത്. ബലഹീനരോട് പ്രത്യേക പരിഗണന, കൺസിഡറേഷൻ ഫോർ വീക്കർ സെക്ഷൻസ്, എ കമ്പാഷനേറ്റ് ഹാർട്ട്, എൻകറേജിംഗ് ദ യൂത്ത്, കമ്മിറ്റ്മെന്റ് ടു ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്, എക്സലന്റ് ഫാദർ കൺഫസർ, മാനുവൽ ലേബർ, ഹ്യൂമനിസം, മാനവികത, മൈൻഡ് ഓഫ് എ പിൽഗ്രിം, ഒരു തീർത്ഥാടകന്റെ മനസ്സ്, ഫോർഗീവ് ആൻഡ് റെക്കൺസൈൽ, ക്ഷമിക്കാനും മറക്കാനും അനുരഞ്ജനപ്പെടാനുമുള്ള മനസ്സ്,